ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കുമ്പോൾ സർക്കിട്ട് പറഞ്ഞ പടത്തിനെ പറ്റിയിട്ടാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തമർ കെ വി. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്ത. മ്യൂസിക് അടിപൊളിയാണ്, എഡിറ്റിംഗ് അടിപൊളിയാണ്, സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്, ഡയറക്ഷൻ സൂപ്പറാണ്. എന്താ അത്ര സ്പീഡ് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഈ പടത്തിനെ പറ്റി പറയണം, അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ സ്പീഡ് പറഞ്ഞത്. ഇത് വല്ലാത്തൊരു ഫീല് പടമായി പോയിട്ട്. കാരണം ഞാൻ കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നു. ഒരു ജോലിയും കാര്യമൊക്കെ തേടിയിട്ട് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് കുറേ അവിടെ തെണ്ടി തിരിഞ്ഞ് ഒന്നും സെറ്റായില്ല. നമ്മുടെ കുടുംബക്കാരൻ കൊണ്ടുപോയതാണ്. അവിടെ ഒരു കമ്പനി കയറി അവിടെ കുറച്ച് കാലം ജോലി ചെയ്തു. പക്ഷേ വിസ അടിക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്ന്. ഈ സിനിമയിൽ ആസിഫ് അലി എന്നെ പോലെ ജോലി അറിഞ്ഞു പോകുന്നൊരു ക്യാരക്ടറാണ്. മൂപ്പര് അവിടെ റൂമിലാണെങ്കിലും ഷെയർ റൂമാണെങ്കിലും ശരി, അവിടെ പോയിട്ടുള്ള ജീവിതമാണെങ്കിലും ശരി, എന്തൊക്കെ എനിക്ക് വല്ലാതെ കണക്റ്റായി പറഞ്ഞാൽ പേടിയും കണക്റ്റായി. കാരണം സിറ്റുവേഷൻ പക്കയാണ്. ഞങ്ങൾ രണ്ടോടെ ഏകദേശം ഒരേ ലെവലിൽ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആസിഫ് അലിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. മൊത്തത്തിൽ പടം വെരി ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റായ പടമാണ്, സൂപ്പർ പടമാണ്. ദിവ്യപ്രഭയുടെ പെർഫോമൻസ്, ഈ കുട്ടിയുടെ പെർഫോമൻസ് രണ്ടും സൂപ്പറായിട്ട് വന്നിരിക്കണം. കാരണം ആ പയ്യൻ വേറെ ലെവലാട്ടോ. ഹൈപ്പർ ആക്ടിവിറ്റി പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഡിസീസ്. ആ സംഭവമാണ് ഈ കുട്ടിക്ക് എന്നാണ് പറയുന്നത്. ആ കുട്ടി അത് ഓവറാക്കാതെ നീറ്റായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസിഫ് ഈ കുട്ടി നമ്മളുള്ള, അതുപോലെ ദീപക് പറമ്പോൾ ഈ കുട്ടി നമ്മളുടെ സീക്വൻസ്, ദിവ്യപ്രഭ ഈ കുട്ടി നമ്മളുടെ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. വേറെ ലെവലിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കെമിസ്ട്രി വേറെ ലെവലാണ്. അത് അടിപൊളിയായിട്ട് വർക്കാണ്. മ്യൂസിക് ഈ പടത്തിലെ ഒരു ഹൈലൈറ്റാണ്. വേറെ ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അതായത് ഓവർ ദ ടോപ്പ് പോവാതെ വളരെ നീറ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ പ്രധാനമായി പറയേണ്ട ഒരാൾ ദീപക് പറമ്പോൾ. ഇയാളെ പടങ്ങളൊന്നും ആദ്യം കാണുമ്പോൾ നമുക്കൊരു വലിയ ഫീൽ തന്നെ. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ഇയാളെ പെർഫോമൻസ് ഇങ്ങനെ കയറി വരിക. ഒരു അടിപൊളി പെർഫോമർ ഇയാൾ. പിന്നെ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരു പാരൻസ് ആയിട്ടുള്ള നിങ്ങളെല്ലാവരും കാണേണ്ട പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ കുട്ടിയെ നമ്മളൊരു വലിയ പ്രശ്നമായി കാണാതെ അത് നമ്മൾ പാർട്ട് ഓഫ് ലൈഫിൽ അങ്ങോട്ട് കൊണ്ടുപോയി. ഈ പടം വേറെ ലെവലാണ്. നമ്മുടെ ജീവിതം വേറെ ലെവലാണ്. അപ്പോൾ ഈ പടവും വേറെ ലെവലാണ്, നമ്മുടെ ജീവിതം വേറെ ലെവലാണ്. ആസിഫ് അലി എൻ്റെ മുത്തപ്പം എന്താ നിങ്ങൾക്ക് പറ്റി? നിങ്ങളിപ്പോൾ കുറച്ചായിട്ട് ചെയ്യണ പടമൊക്കെ മേലേക്കാണല്ലോ പോണ്. ഹൈ ലെവൽ ഇങ്ങനെ പോയിട്ടോ, വേറെ ലെവലാണ്. ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ശരി.